ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഞാൻ പിന്നെയും വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ തന്നെ ദോശയൊക്കെ അരക്കുന്നതാണ്. നമ്മളെ പൊന്നാര് സുജാത മിക്സിക്ക് ഒരു കുറവുണ്ട്. പിന്നെ ഇനി ക്ലിപ്പില്ല, ഇത് ഇങ്ങനെ പിടിച്ച് നിൽക്കണം. പക്ഷേ ഈ നല്ല അരിഞ്ഞിട്ട് കിട്ടുമ്പോൾ അതൊന്നും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. എന്നെ പോലെ തേങ്ങാൻ്റെ ചെപ്പിൻ്റെ പീസാക്കിയിട്ട് എണ്ണ തേക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യവേ. എൻ്റെ കയ്യിൽ ട്രൈപ്പോഡും കാര്യങ്ങളും ഒന്നുമില്ല. കുറേ പണികൾക്കിടയിൽ പിന്നെ ചെറിയ ചെറിയ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. 2 കേക്കും ഉണ്ടായിന്, അതിൻ്റെ ഡെലിവറി ഉണ്ടായിന്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ബേജാറുള്ളൊരു സംഭവം നടന്നു. എൻ്റെ കൈച്ചേന് കാണലായി. ഏടെ പോയത്, ഏടെ വീണത്, എപ്പോൾ വീണത് ഒന്നും അറിഞ്ഞില്ല. പിറ്റേ ദിവസമാണ് എനിക്ക് അറിഞ്ഞത്. നല്ലോണം ബേജാറായി. കുറേ പെരുത്തി വയ്യെ, കുറേ പ്രാവശ്യം പെരുത്തിയ ശേഷം കിച്ചൻ്റെ സൈഡിൽ നിന്ന് പുറത്തുനിന്ന് കിട്ടി ഞങ്ങൾക്ക്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഫ്രൈ റെഡിയാക്കാം. ഇന്നലത്തെ കറി തന്നെ ഉണ്ട് ബാക്കി, കോയിൻ്റെ ചാറ്. അതിലേക്ക് ചിക്കൻ ഫ്രൈ ആക്കിയെങ്കിൽ പണി എളുപ്പത്തിലായല്ലോ. തട്ടിക്കൂട്ട്. ഇങ്ങനെ ചിക്കൻ കായുമ്പോൾ തന്നെ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ചൂടോടെ കഴിക്കുന്ന ആൾക്കാരുണ്ടാ. എനിക്ക് അങ്ങനെ കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാനാക്കിയത് കൊണ്ടായിരിക്കാം, അടിപൊളി ടേസ്റ്റ്. ഞാൻ എന്നെ തന്നെ പൊക്കി പറയാം, പിന്നെ എന്താക്കല്. ഇനിയിപ്പോൾ എനിക്ക് കേക്കിലേക്കുള്ള പ്രിൻ്റ് റെഡിയാക്കാണ്ട് അങ്ങനെ ഞാൻ ടൗണിൽ പോയിട്ട് പ്രിൻ്റ് എടുക്കാൻ പോയി. എൻ്റെ പ്രിൻ്റ് എടുക്കാൻ കഴിയുമ്പോഴത്തേക്ക് തന്നെ മഷി തീർന്നല്ലോ. അങ്ങനെ ഒന്ന് തട്ടിക്കൂട്ടിയിട്ട് എന്തെല്ലാം ആക്കിയിട്ട് പ്രിൻ്റ് റെഡിയാക്കി തന്നു. ഇന്ന് എനിക്ക് സ്പെഷ്യൽ കേക്ക്, ടോഫി കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. ആ കേക്കിൻ്റെ റെസിപ്പിയും കൂടി ഞാനിതിൽ ആഡാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കേക്കിൻ്റെ ക്രീമൊക്കെ അടിക്കാനിട്ട് ഈ സ്റ്റാൻഡ് മിക്സറിൽ കാണുന്നത് തൊടുക്കായിട്ടല്ലാവേ, അതിന് പെയിൻറ്റ് പോയതാണ്. ഇനിയിപ്പോൾ അതും കമൻറ്റ് ഇട്ടുകൊണ്ട് വരെ എല്ലാവരും. പെർഫെക്റ്റ് ടോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പറയാം. കുക്കറിൽ ഈ മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് അതിന് മുകളിൽ വെള്ളം കൂട്ടിയിട്ട് വെക്കുക. എന്നിട്ട് 2 പീസിലടിച്ചിട്ടായിട്ട് ഫുള്ള് തീയാക്കി 2 പീസിലടിക്കണം. എന്നിട്ട് ആ 2 വിസിൽ വന്നതിന് ശേഷം തീ ചെറുതാക്കിയിട്ട് വിസിലൂരിയിട്ട് 40 മിനിറ്റ് വെക്കുക. 40 മിനിറ്റ് വെച്ചിട്ടായിട്ട് പിന്നെ നമ്മൾ തുറക്കാൻ പാടില്ല. അത് തണിയോളം ആ കുക്കറിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം. അപ്പോൾ അടിപൊളി ടോഫി കിട്ടും. ടോഫി നല്ല നേരാണ്, അല്ലെങ്കിൽ കേക്ക് കൊടുക്കുമ്പോൾ നല്ല പണി കിട്ടും. ടോഫി നേരായില്ലെങ്കിൽ ആ നേരാവാത്ത ടോഫി കൊണ്ട് കേക്ക് ആക്കാത്തതായിരിക്കും നല്ലത്. പിന്നെ അതിനെ എടുത്തിട്ടായിട്ട് നമ്മൾ സ്റ്റാൻഡ് മിക്സറിൽ നല്ല പങ്ങല അടിച്ചെടുക്കണം. അതിൽ തന്നെ കുറച്ച് ലെയറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ മിൽക്ക് സിറപ്പാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം, ക്രീമിലേക്ക് ഇട്ട് കൊടുക്കാം. ടോഫി കേക്കിൻ്റെ ലെയറിലേക്ക് നട്ട്സ് തന്നെ ഇടാം, ചോക്ലേറ്റ് ഒന്നും ഇടാൻ പാടില്ല. പിന്നെ ഒരിക്കൽ കസ്റ്റമർ ഈ കേക്ക് കൊണ്ടുപോയെങ്കിൽ പിന്നെ ഇതന്നെ ഓർഡർ ആക്കും. അത്രയും ടേസ്റ്റുള്ളൊരു കേക്കാണ് ഇത്. ടോഫി ഫുള്ള് ഇട്ട് കൊടുത്തെങ്കിൽ, നട്ട്സ് എല്ലാം ഇട്ടെങ്കിൽ kg 1300 രൂപ വരെ വാങ്ങാം. ഇത് വേറൊരു കേക്കാണ്. എൻ്റെ ഫിനിഷിങ് വർക്കെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുക്കലും അത് ഡെലിവറി ആക്കാനെല്ലാം ഉണ്ട്. ഞാൻ സ്കൂട്ടർ പഠിച്ചിട്ട് എത്രയായി, എങ്ങനെ സ്കൂട്ടർ പഠിച്ചത്, ലൈസൻസ് ഉണ്ടോ, ആര് വാങ്ങി തന്നത്, കേക്ക് വിറ്റിട്ട് വാങ്ങിയതാണോ, അതിനെക്കുറിച്ചിട്ടെല്ലാം ഉള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെച്ചോ. ഇതൊരു കുഞ്ഞു യൂട്യൂബറെ വീട്ടിലേക്കാണ് ഇത് ഡെലിവറി ആക്കാനുള്ളത്. നല്ല മഴയുള്ള സമയം, അതുകൊണ്ട് നല്ല പാങ്ങല റാപ്പാക്കിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ഈ ഡെലിവറി കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം എൻ്റെ മോനെ കൂട്ടിയിട്ട് വരാൻ സ്കൂളിൽ നിന്ന്. ഓന് UKG-ലാണ്, അപ്പോൾ പെട്ടെന്ന് വരും, ഉച്ചക്കേ വരും. ഇത് കഴിഞ്ഞിട്ടായിട്ട് വേറൊരു കേക്കിൻ്റെ ഡെലിവറിയും കൂടി ഉണ്ട്. ആ കേക്കിൻ്റെ പണിയൊക്കെ ഫിനിഷ് ആക്കിയിട്ടാണ് ഞാൻ ഈ കേക്ക് കൊണ്ടുകൊടുക്കാൻ പോകുന്നുള്ളതും. എൻ്റെ ചെറിയ മോന് 3 മണിയാകുമ്പോൾ ക്ലാസ് കഴിയുന്നുണ്ട്. അപ്പോൾ ഓനും കൂടി എടുക്കണം. മോനെ എടുത്തിട്ട് വന്ന് ഫുഡ് കഴിച്ച്, പിന്നെ നല്ല മഴ ഉണ്ടായിന്. അപ്പോൾ കേക്ക് ഡെലിവറി ആക്കാനുണ്ടല്ലോ, ആ കേക്കിലേക്ക് ഫുള്ള് റാപ്പാക്കി അങ്ങനെ തട്ടിക്കൂട്ടി പണിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് 4 മണിയായി. 4 മണിയാകുമ്പോൾ മറ്റു മക്കളെല്ലാം വന്ന് ഓരോരുത്തർ കുഞ്ഞിനെ ആക്കിയിട്ടായിട്ട് ഞാൻ ഈ കേക്കും കൂടി ഡെലിവറി ആക്കാൻ പോയി. ഈ കേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഓർഡർ ആക്കിയതാണ്, സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കൊടുത്ത് അവർ നല്ല ഹാപ്പിയായി. നേരത്തെ ടോഫി കേക്കിൻ്റെ റെസിപ്പി കാണിച്ചില്ലേ, ആ കേക്കാണിത്. ഇതും അങ്ങനെ തന്നെ പ്രിൻ്റ് കേക്കായിരുന്നു ഇതും. അങ്ങനെ ഇത് പ്രിൻ്റെല്ലാം വെച്ച് റെഡി ആയിട്ട്, ഇത് ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു ഡെലിവറിയാണ്, അടുത്ത് തന്നെ. പിന്നെ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്ത് തന്നെ ബർഗറിലോ എന്നുള്ളൊരു കഫേക്കാണ്. അവിടെ ഫോട്ടോഷൂട്ടും കാര്യമെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അടുത്തേക്ക് അത് കൊണ്ടുപോയിട്ട് കൊടുത്ത്. ഇവിടെ സ്കൂട്ടറൊന്നും വേണ്ടവേ, കാലിൽ നടന്നിട്ട് തന്നെ പോവാം, അത്രയ്ക്ക് അടുത്താണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, പിന്നെ കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇനി രാത്രിയൊക്കെ ഉള്ള ഫുഡ് റെഡിയാക്കണം, മക്കൾക്ക് ചായ വെച്ച് കൊടുക്കണം. പിന്നെ ഉച്ചക്ക് തട്ടിക്കൂട്ടി എല്ലാം ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ രാത്രിയൊക്കെ എന്തെങ്കിലും കറി വെച്ചേ മതിയാവും. അങ്ങനെ ഞാൻ ദോശയും കടലക്കറി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് കഴിഞ്ഞില്ല, കഴിച്ചിട്ട് ഞാൻ കിടന്ന്. അപ്പോൾ ഇനി ഒരിക്കൽ കാണാം. അസ്സലാമു അലൈക്കും.